Hey guys, welcome back to my channel. നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒന്നും വന്ന് ചെയ്യണം ഇങ്ങനെ ആലോചിക്കില്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗിൽ വരുന്നത്. ആ കാണിച്ച ബുക്ക് ഞാൻ ഈ ഇടയ്ക്ക് വായിക്കാൻ തുടങ്ങിയത്. അത് എനിക്ക് വായിച്ചു തീർക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ബാഗിലെടുത്തിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ മെയിൻ ടാസ്ക്കാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ റൂമിലും പോയി എന്തെങ്കിലും ഓണായി കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കി ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തോട്ട് പോകല്ലേ, അപ്പോൾ നമ്മളൊരു മാസ്കിനെയും കൂടെ കൂട്ടി അപ്പം ആവശ്യം വരുവാണെങ്കിൽ മാത്രം ഉപയോഗിക്കാമെന്ന് കരുതിയുള്ളൂ. എന്നിട്ട് നമ്മൾ കല്ലിട്ടിട്ടുണ്ട് വീടിൻ്റെ സൈഡിലായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെളിവെള്ളമൊക്കെ വരുമ്പം നമുക്ക് കാലിലൊന്നും പറ്റാതെ നമുക്ക് തന്നെ വെള്ളിൽ കൂടെ ചാടി പോകാനാണ്. അങ്ങനെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ മുടി കൂടി അരിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഈ കാറ്റത്ത് ഇങ്ങനെ നല്ല രസമായിരുന്നു അങ്ങനെ ഇറങ്ങി നടക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത ദിവസവും അങ്ങനെയൊന്നും ചെയ്യാനില്ല, പിന്നെ അത്ര സ്ട്രെസ്ഡ് അല്ല, അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ. അപ്പോൾ അങ്ങനെ ഞാനത് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ റിലയൻസിലാണ് വന്നേക്കുന്നത്. പേപ്പർ ബോട്ടിന് ജ്യൂസ് എല്ലാം എന്നെ അവിടെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ നോക്കി നിന്നാൽ പണിയാവുന്നുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നടന്നു. പോസ്റ്റിനെ കാണുമ്പോൾ ഒന്നെടുത്ത് വില നോക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനമാകത്തില്ല. അതിനുശേഷം വേഫേഴ്സിനെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് വന്നതേ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ എല്ലാ മുട്ടായിയുടെ ഫ്രണ്ടിലും ഒന്നെങ്കിൽ ആൽമണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ സീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി അലർജി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെ വിട്ടിട്ട് വന്ന് നമ്മൾ കോക്കനട്ട് വാട്ടറിന് ഒരു തോണ്ടൽ കൊടുത്തിട്ട് നമ്മൾ ആ വരി പോയി. തലവേദന ഉണ്ടായിരുന്നോന്നറിയില്ല, ഐസ്ക്രീം എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസും ഒരു കാരമൽ പോപ്കോണും ആ ബാസ്ക്കറ്റുമായിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാണ്? ഗ്രീൻസ് അങ്ങാടിയിലോട്ടാണ് നടന്നത്. ആ കേക്കെല്ലാം എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ വീണത് ആ ചോക്കോ മോയ്സ്റ്റർ കേക്കിലാണ്. എന്നിട്ട് അവിടെ എഴുതിയേക്കുന്നത് എന്താണെന്ന് വായിച്ചിട്ട് നോക്കുമ്പോഴാണ് 5 ലെയർ ഷോട്ട്. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി ഇത് മേടിച്ച് കഴിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതും ഇതുവരെ കഴിച്ചിട്ടില്ല. അതിൻ്റെ പ്രൈസ് കാരണമാണ് ഞാൻ ഇടയ്ക്ക് വരുമ്പം മേടിക്കണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യം ബർത്ത്ഡേ ഒക്കെ വരികയല്ലേ, എന്നാൽ പിന്നെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബുക്കും കൈവശം വെച്ച് നമ്മൾ അത് ഇങ്ങനെ ഇച്ചിരി ഒന്ന് വായിച്ചതിന് ശേഷം ഇങ്ങനെ എൻജോയ് ചെയ്ത് കേക്ക് കഴിക്കായിരുന്നു. കേക്ക് കഴിച്ച് കഴിയാറായപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. എനിക്ക് ഷുഗർ കണ്ടൻറ്റ് ഇതിൽ കൂടുതൽ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ 5 ലെയർ ഷോട്ട് നമ്മൾ പാർസൽ മേടിച്ച് അവിടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ബില്ലും ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം. മേളോട് നോക്കും, ഒരു ഹെലികോപ്റ്റർ പോകുന്നു. അങ്ങനെ ഹെലികോപ്റ്ററിനെ നോക്കിയതിന് ശേഷം നമ്മൾ ചാടി നമ്മൾ അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. അങ്ങനെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ആ മുടി ഒന്ന് കെട്ടി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മൾ മേടിച്ച ആ കുട്ടി ബാസ്ക്കറ്റിൻ്റെ മണ്ടയിലുണ്ടായിരുന്ന ചെറിയ കുഞ്ഞു സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞു ഗൈസ്. അങ്ങനെ കഴിച്ച് നമ്മൾ ആക്ച്വലി ടെറസിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ബൈബിൾ കൊണ്ടാണ് വന്നേക്കുന്നത്. ബൈബിൾ ഈ കാറ്റത്തിരുന്ന് വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ മോനെ, അത് പറയേണ്ടത് തന്നെയാണ്. അതെ, ഈ ഡ്രോയിങ് ബുക്കിനകത്താണ് ഞാൻ ഇതുവരെ കുറച്ച് കുഞ്ഞു ഡ്രോയിങ്സ് ഒക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഡ്രോയിങ് ഞാൻ ആക്ച്വലി പെൻസിൽ കൊണ്ട് വരച്ചേക്കുന്നത്. എനിക്ക് പേന കൊണ്ട് ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് പെന്നും കൊണ്ടാണ് വന്നേക്കുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗൈസ്, ചെറിയ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് അത് നമ്മളിങ്ങനെ നടക്കാതെ പോകുന്ന പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ വലിയ പ്ലാൻസിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യണമെന്ന് പല സമയത്ത് ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും സമയം കണ്ടെത്തി അങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ചെയ്ത് തീർക്കുക. കാരണം ലൈഫ് ഇസ് ഷോർട്ട്. നമുക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയുള്ള റിമൈൻഡർ കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Until we meet again, smile more and